ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലെബനോനിലെ ദേവദാരു മരം അഥവാ സീഡാർ ഓഫ് ലെബനോൻ എന്ന മരമാണ്. നന്മയുടെയും സമൃദ്ധിയുടെയും അതിജീവനത്തിൻ്റെയും നിത്യതയുടെയും പ്രതീകമായ ഈ മരം നൂറ്റാണ്ടുകളായി സോളമൻ്റെ കാലത്ത് ദേവാലയ നിർമ്മാണത്തിനും കൊട്ടാര നിർമ്മാണത്തിനും, ഫിനീഷ്യൻസിൻ്റെ കാലത്ത് കപ്പൽ നിർമ്മാണത്തിനും, ഈജിപ്ഷ്യർ മരിച്ചവരെ മമ്മിഫൈ ചെയ്യുന്നതിനും ശാരീരികവും മാനസികവുമായ വിവിധ അസുഖങ്ങൾക്ക് മരുന്നായും ഉപയോഗിക്കുന്ന സുഗന്ധം നൽകുന്ന ഈ മരം ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെബനോനിലെ നാഷണൽ ഫ്ലാഗിൽ നമുക്ക് ഈ മരത്തിൻ്റെ പടം കാണാം. മഞ്ഞിനെയും മരുഭൂമിയെയും അതിജീവിക്കുന്ന ദേവദാരു മരം ഇന്ന് തോട്ടങ്ങളിലും പാർക്കുകളിലും അലങ്കാര മരമായിട്ടാണ് വളർത്തുന്നത്. ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും 200-400 വർഷം പഴക്കമുള്ള ദേവദാരു മരം ഉള്ളപ്പോൾ ലെബനോനിലെ നാഷണൽ റിസർവ് പാർക്കിൽ 3000 വർഷത്തെ പഴക്കമുള്ള ദേവദാരു മരമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മരം. ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പേ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ഈ മരമാണ് ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മരം. മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലാണ് ഈ മരം ഏറ്റവും കൂടുതൽ വളരുന്നതും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതും. ഫിനീഷ്യർ ദേവദാരു മരത്തെ മരങ്ങളുടെ രാജ്ഞിയായി കരുതിയിരുന്നു. ഈജിപ്ഷ്യർ മറ്റു ഉപയോഗങ്ങളുടെ ഒപ്പം തന്നെ ഈ മരത്തിനെ കപ്പലുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നു. ദേവദാരു മരത്തിൻ്റെ റെസിനാണ് ഈജിപ്ഷ്യർ ശവശരീരങ്ങളെ മമ്മിഫൈ ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നത്. സീഡാറിൽ നിന്നുണ്ടാകുന്ന ഓയിൽ ആൻറ്റി ഡിപ്രസൻ്റായും ആങ്സൈറ്റി മാറ്റുന്നതിനായും ഉറക്കത്തിന് സഹായിക്കുന്നതുമായി ഇന്നും ഉപയോഗിച്ചു വരുന്നു. ഇതിനെല്ലാം പുറമെ പുരാതന കാലം മുതൽക്കേ നെഗറ്റീവ് എനർജി അകറ്റുന്നതിനും ഷഡ്പഥങ്ങളെ ദൂരെയാക്കുന്നതിനും ശ്വാസകോശ സംബന്ധമായ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നീ അസുഖങ്ങൾക്കും ആർത്രൈറ്റിസ് അസുഖത്തിനും വേണ്ടി ഈ മരത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്നു. താങ്ക് യു.